നല്ല ബ്യൂട്ടിഫുൾ വ്യൂ കേട്ടോ. ഇങ്ങോട്ടേക്ക് ഫുള്ള് തേയിലത്തിൻ്റെ തോട്ടം. ആക്ച്വലി ഇതാർത്തോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ശരിക്കും. ഫുള്ള് തേയിലത്തിൻ്റെ തോട്ടം. എന്ത് രസമാണോ. ആക്ച്വലി നമ്മളൊരു എന്താ പറയുക, ഇവിടെ അല്ലേ വാഗമണൊക്കെ പോയൊരു സെയിം ഫീൽ. ഭയങ്കര ഫീൽ ഗുഡ് കേട്ടോ. ഒറ്റക്കൂടി ആകുമ്പോൾ ഭയങ്കര വേറെന്തോ ഒരു കുറച്ചും കൂടി എന്താ പറയുക ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയില്ല ആ സാധനം. പിന്നെ നമ്മൾ സാധനം വണ്ടി ഇതവിടെ ഉണ്ട്. ഇതൊക്കെ ഫുള്ള് കോമഡി ആയിട്ടോ. ഇതൊക്കെ ഫുള്ള് മറ്റേ കാറൊക്കെ എടുത്ത് കെട്ടിക്കൊണ്ട് പോകുന്നതാണ്. ആക്ച്വലി ഇതിൻ്റെ റോപ്പ് ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ എന്താ വെച്ചാൽ അത് കഴിഞ്ഞ് കൊടൈക്കനാൽ പോയപ്പോൾ ബ്രോക്കായി പോയി. പക്ഷെ എനിക്കൊന്ന് ഒന്നുകൂടി ബെറ്റർ ഇതേപോലെ കെട്ടി പോരണമായിരിക്കുന്നു. പിന്നെ എന്താ വെച്ചാൽ മഴയൊക്കെ ഉണ്ടാവും വിചാരിച്ചാൽ എന്താ വെച്ചാൽ ഞാൻ ഫുള്ള് ഈ സാധനം കവറൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് പോകുന്നതായിരുന്നു. പക്ഷേ ആക്ച്വലി മഴയും സംഭവമൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഇനി നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. ഇനി ഏകദേശം ഒരു 300 കിലോമീറ്റേഴ്സിൻ്റെ അടുത്ത് നമുക്ക് റൺ ചെയ്യാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 94 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഇനി ഓടാണ്ട് കുറേ. അപ്പോൾ ഇത് ഞാൻ മറ്റേ നേരത്തെ കാണിച്ചിരുന്ന പ്രോപ്പർട്ടി ഇല്ലേ, അപ്പോൾ അതിൽ ചുമ്മാ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് കയറി തരും കേട്ടോ. ഇനിയിപ്പോൾ ഇതങ്ങനെ കയറിയിട്ട് ഇതിലിങ്ങനെ പോയിട്ട് ഈ റോഡിൽ നമ്മൾ വന്ന റോഡിൽ ഈ റോഡിലൂടെ ഇങ്ങനെ പോയിട്ട് വേണം എന്ത് ചെയ്യാൻ, വന്ന വഴിക്കൂടെ പോകാൻ. വന്ന വഴി മറക്കരുതെന്നാണല്ലോ ഇത്. ഇനി എടുത്തൊക്കെ ഇതാ പാലം നോക്ക്, എന്ത് രസമല്ലേ, അടിപൊളി സംഭവം. ഇവിടെയൊക്കെ ഒരു ദിവസം ആ വീട്ടിലേക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ടൊക്കെ പോകണം ഇവിടെ. അതാണ് എൻ്റെ ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. മക്കളെ ആക്ച്വലി ആ പാലം എൻ്റെ പോലെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാണ്ട് പോയിട്ട് എന്ത് കാര്യമാണ് നോക്കി. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടൊന്നും വന്നതല്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഒരു സൗണ്ട് കേട്ടി ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ഇറങ്ങട്ടെ ഒരു വീഡിയോ എടുക്കാനാണ്. അതിനെന്താ മക്കളെ നിങ്ങൾ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞു ചെയ്തു. അടിപൊളി കിട്ടോ, നല്ല രസമുള്ളൊരു അവിടെ ആ മറ്റേ എന്താ പറയുക തേയിലത്തോട്ടിൻ്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടു. ഓക്കെ സംഭവം മൂടാട്ടോ. സത്യം പറയുകയാണെങ്കിൽ സോളോ ആയിട്ട് ട്രാവൽ ചെയ്യണം ഇത്ര എക്സ്പീരിയൻസ് ചെയ്തൊരു ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഗൂഡല്ലൂർ കഴിഞ്ഞ് മുതുമല ടൈഗർ റിസർവിലേക്ക് കയറാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ഏറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. കറക്റ്റ് എക്സാക്റ്റ് അറിയത്തില്ല. എന്തായാലും ഏകദേശം ഒരു മണിക്കൂറിലധികം ഉണ്ട് നമുക്ക് എന്ത് ഈ ഫോറസ്റ്റ് മാത്രം റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഫോറസ്റ്റിൽ കയറി വെക്കാം. ഈ ഫോറസ്റ്റ് കഴിഞ്ഞാൽ നേരെ ഉള്ളത് വന്നാൽ ഗുണ്ടൽപേട്ട് കഴിഞ്ഞ് നേരെ മൈസൂർ ആ ഒരു മെത്തേഡിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പോയേക്കാം നമുക്ക്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ മുതുമല ഫോറസ്റ്റിൻ്റെ റോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കയറിയിട്ടുണ്ട്. ഇതാണ് കയറി കഴിഞ്ഞാൽ വ്യൂ എന്ന് പറഞ്ഞുള്ള അവസ്ഥ. സത്യം പറയുകയാണെങ്കിൽ എന്ത് രസമുള്ള റൂട്ടാണ് അല്ലേ. ഞങ്ങൾക്ക് രണ്ട് സൈഡ് ഒഴിഞ്ഞ കാട്, നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു പക്ഷെ ഇവിടുത്തെ സീൻ എന്താ വെച്ചാൽ നമ്മൾ മര്യാദയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കരുത്. ആ ഒരു എന്താ പറയുക ഒരു 500 മീറ്റർ അല്ലേ 1 കിലോമീറ്റർ അത് അടുത്ത ഹമ്പായി. ഇതിപ്പോൾ അടുത്ത ഹമ്പായിട്ട് കേട്ടോ. ഓരോ 500 മീറ്ററിൽ ഹമ്പാണ്. പക്ഷെ ഇതോടെ എനിക്ക് വളരെ നല്ലൊരു കാര്യം. കാരണം എന്താ വെച്ചാൽ ഈ ഇതിലൊക്കെ ഫുൾ ഫോറസ്റ്റ് അല്ലേ. അപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാർ പിന്നെ നല്ല റോഡ് ആകുമ്പോൾ നല്ല പോവുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതോ റൈഡർ അങ്ങനത്തെ നമ്മൾ കേരളം കഴിഞ്ഞ് തമിഴ്നാട് കഴിഞ്ഞ് നെക്സ്റ്റ് ഇതാ വെൽക്കം ടു കർണാടക സ്റ്റേറ്റിലേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഗുണ്ടൽപേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ മൈസൂരാണ്. നമ്മളുള്ളത് ഗുണ്ടൽപേട്ട കേട്ടോ. ഗുണ്ടൽപേട്ട കഴിഞ്ഞ് കുറച്ചും കൂടെ പോകുന്ന ഫ്യൂൽ പമ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി പെട്രോളൊക്കെ അടിച്ച് ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ലെവലിൽ ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിന്നവിടെ. ഇവിടെ ആക്ച്വലി പെട്രോൾ അടിക്കുകയാണെങ്കിൽ ബെറ്റർ ആണ്. കാരണം എന്താ വെച്ചാൽ പെട്രോൾ എന്ന് പറഞ്ഞാൽ വെറും 99 രൂപയുള്ളൂ. കേരളത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ 106 രൂപയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 99 കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ
7 ഡിഫറൻസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കർണാടകയിലൊക്കെ പെട്രോളിന് വരുന്നുണ്ട് പെർ ലിറ്റർ. അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ വലിയ വണ്ടിയിലൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാറ് അല്ലെങ്കിൽ വലിയ വണ്ടിയൊക്കെ അടിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ബൈക്കിൽ തന്നെ ഇപ്പോൾ ലോങ് ആയിട്ട് ഇങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഫുള്ളാക്കാണ്ട് പെട്രോൾ അടിച്ച് പോരാണ്ട് ഏകദേശം ഇവിടെയൊക്കെ എത്തുമ്പോൾ ഫുൾ അടിച്ചിട്ട് അടിക്കുന്ന ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ 500 രൂപ പെട്രോൾ അടിച്ച് ഇതിലിപ്പോൾ ഏകദേശം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ഓടാനുള്ള പെട്രോൾ ഇതിലുണ്ട്. ഇപ്പോൾ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി ഒരു 500-ന് പെട്രോൾ അടിച്ചിട്ടായിരുന്നു ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മൈസൂർ കഴിഞ്ഞ് ബാംഗ്ലൂർ റോഡിലോട്ട് കയറി. ഇതാണ് ആക്ച്വലി മൈസൂർ ബാംഗ്ലൂർ ഹൈവേ എന്ന് പറഞ്ഞാൽ. ഈ നമ്മുടെ റൈറ്റ് സൈഡ് കാണുന്നതാണ് മൈസൂർ ബാംഗ്ലൂർ ഹൈവേ. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിലൂടെ ബൈക്ക് അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിലൂടെ വേണം നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ. നമ്മൾ സർവീസ് റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഫുള്ള്. വലത്തെ സൈഡിൽ ഇപ്പം ചില വണ്ടികൾ ബൈക്കുകളൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഭയങ്കര ഫൈനും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ലാസ്റ്റ് എൻഡിൻ്റെ സ്പോട്ടിലുണ്ടാവും പോലീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ കുടുങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാണ് സർവീസ് റോഡ്. ഈ സർവീസ് റോഡിലൂടെയാണ് ശരിക്കും ബൈക്ക് പോകേണ്ടത്. മറ്റേതാണ് 6 വരിപ്പാത വരുന്നത്, 6 വരിപ്പാത ഉള്ളത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ. ഈ റോഡ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ എന്താ പറയുക നൈസ് റോഡാണ് കേട്ടോ ഇത്. ആക്ച്വലി ഫോണെല്ലാം ഷെയ്ക്കുള്ളതുകൊണ്ട് കറക്റ്റ് മനസ്സിലാവില്ല. പക്ഷേ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള റൂട്ടാണ്. നമുക്ക് ഒരു വണ്ടികളായിട്ടുള്ളൊരു റൂട്ടാണ്. അപ്പോൾ ടോളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ട റൂട്ടിലൂടെ പോകണമെന്നുണ്ടെങ്കിൽ. പക്ഷേ കിട്ടുള്ള റൂട്ടാട്ടോ. നമ്മളൊരു വേറെ ഏതോ ഒരു ഏരിയയിലേക്ക് ചെന്ന ഒരു പോലത്തെ ഒരു ഫീലാണ്. പക്ഷേ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫീൽ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു റൂട്ടും കാര്യങ്ങളാണ്. നല്ല വൃത്തിയുള്ളൊരു ഏരിയ, നല്ല ഭംഗിയുള്ള റൂട്ടുമാണ്.